ഹദീസ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതായിട്ട് കാണാൻ ലൻ തുഅ്മിനു ഹത്താ തുറഹമു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു മനുഷ്യൻ മുഅ്മിനാവുന്നത് അവൻ കരുണയുണ്ടാവുമ്പോഴാണ്, സ്നേഹമുണ്ടാവുമ്പോഴാണ്, ആർദ്രതയുണ്ടാവുമ്പോഴാണ്, അനുകമ്പയുണ്ടാവുമ്പോഴാണ്, അവശന്റെ ആലംബഹീനനാവുമ്പോഴാണ് ഒരു മനുഷ്യൻ മുഅ്മിനാവുന്നതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം നഷ്ടപ്പെട്ടു പോയൊരു ലോകം, പരസ്പരം തൊട്ടുകൂടായ്മകളെ നിരുത്സാഹപ്പെടുത്തിയ ഒരു സമുദായം, കണ്ടുകൂടായ്മകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന കാലം, മനുഷ്യൻ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന കാലം, സമ്പന്നന്റെ ആസ്തി നോക്കി കൂട്ടിച്ചേർക്കുകയും പാവപ്പെട്ടവന്റെ ദാരിദ്ര്യത്തിന്റെ ആഴം നോക്കി അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു ലോകം, ഒരു കാലം, ഒരു മനുഷ്യൻ സ്നേഹമില്ലായ്മയുടെ ഒരു ലോകത്ത് നമ്മൾ ഇരിക്കുകയാണ്. അവിടെയാണ് പരിശുദ്ധ റസൂലിനോട് സഹാബാക്കൾ തിരിച്ചു ചോദിച്ചത്, ഖാലൂ യാ റസൂലല്ലാഹ്, അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ കുല്ലുനാ റഹീമുൻ, ഞങ്ങളെല്ലാരോടും, ഞങ്ങളുടെ കുടുംബത്തിനോട്, ഞങ്ങളുടെ അയൽപക്കക്കാരോടൊക്കെ ഞങ്ങൾ കരുണ ചെയ്യുന്നുണ്ടല്ലോ യാ റസൂലല്ലാഹ്, പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു ലൈസ ബിറഹ്മത്തിൻ അഹദികും സാഹിബ, നിനക്ക് അറിയപ്പെടുന്ന നിന്റെ സാഹിബീങ്ങൾക്ക് മാത്രം നീ സഹായിച്ചാൽ പോരാ, അവരോട് മാത്രം അനുകമ്പയുണ്ടായാൽ പോരാ, അവരോട് മാത്രം നിനക്ക് സ്നേഹമുണ്ടായാൽ പോരാ, മറിച്ച് വലാകിന്നഹാ റഹ്മത്തിൽ ആമ്മ, എല്ലാവരോടും സ്നേഹം വേണം. ഒരാളോട് പുഞ്ചിരിച്ചാൽ അവനത് ഇഷ്ടമാണെങ്കിൽ പുഞ്ചിരിക്കാൻ മടി കാണിക്കുന്നത് എന്തിനാണ്? പരസ്പരം സ്നേഹമില്ലാത്ത ലോകത്തേക്ക്, പരസ്പരം സഹകരണമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതൊരു സത്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളൊക്കെ ഓതുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായവും വലിയ അർത്ഥഗംഭീരമുള്ള അർത്ഥഗഹനമായ ഒരു സൂറ, അറഅയ്തല്ലദീ യുകല്ലിബു ബിദ്ദീൻ, എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞു കൊടുക്കണം, അറഅയ്തല്ലദീ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾക്ക് അറിയുമോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ നബിയെ? യുകല്ലിബു ബിദ്ദീൻ, ആരാണ് ദീനിനെ കളവാക്കുന്നവൻ? ദീനിനെ കളവാക്കുന്നവൻ ആരാണ് എന്ന് ചോദിക്കുന്നവടെ പരിശുദ്ധ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തന്നെ മറുപടി കൊടുക്കുന്ന മറ്റു സൂക്തങ്ങൾ നോക്കുന്നതിന്റെ ശേഷം, ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കിൻ, അങ്ങനെ പറഞ്ഞത്. അവിടെ നിസ്കരിക്കാത്തവൻ ദീനിനെ കളവാക്കി എന്ന് പറയുന്നില്ല. അള്ളാഹനെ എതിർത്തവൻ പോലും ദീനിനെ കളവാക്കി എന്നല്ല അവിടെ പറഞ്ഞത്. ഇതിന്റെ ഗൗരവത്തെ അല്ല, ഇതിന്റെ പ്രാധാന്യത്തെ അല്ല, ഇത് തന്നെ. അങ്ങനെയൊക്കെ അതിന് സ്ഥാനം വെക്കാലോ. അറഅയ്തല്ലദീ യുകല്ലിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കിൻ, അവരാണ് ഫദാലെ, അനാഥകളെ ആട്ടി ഓടിക്കുന്നവരാണ്, അനാഥത്വത്തിനെ സ്വീകരിക്കാത്തവൻ, വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കിൻ, പാവപ്പെട്ടവന്റെ അന്നത്തെ ശ്രദ്ധിക്കാത്തവനാണ്. അത് സാമ്പത്തികമായി മാത്രമല്ല, ഒരു വാക്കുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും, ഒരു ഇടപെടൽ കൊണ്ട് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും. നമുക്കിടയിൽ അത് കുറഞ്ഞുപോയി. തന്റെ ഭാര്യ ഉണ്ടാക്കി തന്ന പദാർത്ഥത്തിന്റെ റിസൾട്ട് നല്ലതാണ് എന്ന് പറയാൻ പോലും മടി കാണിക്കുന്ന മനുഷ്യൻ, മക്കൾ ചെയ്ത നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തവർ, തന്റെ മാതാവിനെ, പിതാവിന്റെ തനിക്ക് കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി ആ കരങ്ങളിൽ ചുംബനം നൽകി യാത്രയ്ക്ക് ഇറങ്ങിപ്പോവാൻ കഴിയാത്ത മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കാഠിന്യത്തെയാണ് പരിശുദ്ധ ഖുർആൻ ഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ സുമറിന്റെ 22ാമത്തെ വചനം. അല്ലാഹു പറയാൻ, ഒരു മനുഷ്യന്റെ മനസ്സ് വിശാലതയാവണമെങ്കിൽ, വിശാലമാക്കി കൊടുത്താൽ അവന് വിജയിച്ചു. അവൻ ഇസ്ലാമിലേക്ക് വരലോടെ അവന്റെ മനസ്സിനെ, അവന്റെ ഹൃദയത്തിനെ വിശാലമാക്കി കൊടുക്കുമ്പോ അവൻ വിജയിക്കുകയാണ് ചെയ്യുന്നത്. വിശാലത ഉണ്ടാകുമ്പോ അവൻ വിജയിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും ഉൾക്കൊള്ളാൻ കഴിയണം. തന്റെ വാക്കാണ് ശരി, തന്റെ പോരാട്ടമാണ് ശരി, തന്റെ ലൈനാണ് ശരി എന്നതല്ല. എല്ലാരെയും കൂട്ടിച്ചേർത്ത്, എല്ലാവർക്കും സ്നേഹം കൊടുത്ത്, നമ്മൾ കാരണത്താൽ ഒരാൾ പോലും വിഷമിക്കരുത്. നിങ്ങൾക്കറിയോ നമ്മുടെ ഒരു വാക്കുകൊണ്ട് വർഷങ്ങളോളം വിഷമിച്ച് നടക്കുന്നവർ
നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് വർഷങ്ങളോളം മനസ്സിന്റെ ഉള്ളിൽ വിഷമിച്ച് നടക്കുന്നവന്റെ ദുരിതത്തിന്റെ ആഴത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പോരായ്മകളെ മാത്രം ശ്രദ്ധിക്കുകയാണ്, പോരുകൾ നടത്താൻ. എവിടെയാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്? എവിടേക്കാണ് പോകുന്നത്? റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് എന്ന് പറയുന്നവർ ഈ ആയത്തിന്റെ വാക്യം നിങ്ങൾ നോക്ക്. ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാ ഉലൈക ഫീ ളലാലിൻ മുബീൻ. വല്ലാത്ത വാക്കാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാഠിന്യം. എന്തിനാണ് ഞാൻ അതിലിടപെടുന്നത് എന്നതിന്റെ ഒരു കാഠിന്യം. തന്റെ മാതാവ്, തന്റെ പിതാവ്, തന്റെ അയൽവാസി, തന്റെ കുടുംബക്കാർ, കൂട്ടുകാർ രോഗശയ്യയിലായി പോയി കടക്കുമ്പോൾ പോലും അവന്റെ സമീപത്ത് പോയി രണ്ട് വാക്ക് പറഞ്ഞാൽ അത് തന്റെ പ്രിയപ്പെട്ടവർക്ക് സന്തോഷമാണെങ്കിൽ നമ്മളെന്തിനാ മാറി നിൽക്കുന്നത്? അവന്റെ കൽബ് കഠിനമുള്ളതാകും. അതിന് മറ്റൊരു വാക്കാണ് കഠിനമുള്ള മനസ്സ്. മറ്റൊരുത്തന്റെ കാര്യങ്ങളിൽ മറ്റൊരുത്തന്റെ വിഷമത്തിനെ പേറാൻ കഴിയാത്ത മനസ്സ്. കഠിനമായ മനസ്സ്. ആ മനസ്സ് റബ്ബിന് വേണ്ട, ആ മനസ്സ് റബ്ബിന് വേണ്ട എന്ന് തന്നെ പരിശുദ്ധ ഖുർആൻ പറയും. അവിടെ പറഞ്ഞ രണ്ട് വാക്കാണ്. ഒന്നവൻ നാശത്തിലെ, രണ്ടാമത്തതോ ഉലൈക ഫീ ളലാലിൻ മുബീൻ. അവന് കൃത്യമായും സ്പഷ്ടമായും അവൻ ളലാലത്തിലാണ്, അവൻ നഷ്ടത്തിലാണ്. അതുകൊണ്ട് ഖസ്വത്തുൽ ഖൽബില്ലാത്ത ഒരു മനസ്സിനെ നേടിയെടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ നിസ്കാരത്തിനെ, നമ്മുടെ നോമ്പിനെ, നമ്മുടെ സകാത്തിനെ, നമ്മുടെ ഹജ്ജിനെ അല്ലാഹു സ്വീകരിക്കുന്നത്. ഖസ്വത്തുൽ ഖൽബ് ഉണ്ടാവാൻ പാടില്ല. ഇന്ന് ഞാൻ പറയുന്നതിന്റെ ആകത്തുക അങ്ങനെയാണ്. എല്ലാരെയും വിശാലമായി ഉൾക്കൊള്ളാനുള്ള ഒരു സ്നേഹ സൗന്ദര്യത്തിന്റെ നിലാമഴയിൽ കുളിരണിയാൻ കഴിയണം മറ്റുള്ളവർക്ക്. അങ്ങനെ കുളിരണിഞ്ഞത് കൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർകദ വഫാത്തായി പോയപ്പോ അയൽപക്കത്തെ ഓമലത പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ വീടിന്റെ ഉള്ളിലെ അടുപ്പ് കെട്ടുപോയി എന്ന് ഒരു ഹൈന്ദവയായ ഓമലത പറയാൻ. എന്റെ വീടിന്റെ അടുപ്പിലെ തീ അണഞ്ഞു പോയി എന്ന് ഓമലത പറഞ്ഞതിന്റെ കാരണം ജീവിതം മുഴുവനും ഓമനക്ക് സ്നേഹം പകർന്നത്, കാരുണ്യം കൊടുത്തത്, അനുകമ്പയുണ്ടായത് എല്ലാം മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. അതുകൊണ്ടാണ് ദാക്കിരീങ്ങൾ ജീവിച്ചവിടെയൊക്കെ അവരുടെ സ്നേഹത്തിന്റെ നിലാമഴയിൽ കുളിരണിഞ്ഞിരുന്നു. ആ നിലാമഴയുടെ കുളിരുണ്ടല്ലോ, ഇന്നലെ പെയ്തു തീർന്നു പോയ മഴയുടെ കുളിരിനേക്കാൾ വലിയ കുളിര്. ഒരു രോഗശയ്യയിലായ മനുഷ്യന്റെ സമീപത്ത് പോയുള്ള രണ്ട് വാക്ക്. ദുരിതം അനുഭവിക്കുന്നവന്റെ സമീപത്ത് നമ്മൾ പറയുന്ന നാല് വാക്ക്. പിന്നെ മറ്റൊരുത്തന്റെ അഭിമാനത്തിന് ക്ഷതം പറ്റുമ്പോ അത് ജീവിതത്തിലെ സന്തോഷാവൻ. മറ്റുള്ളവന്റെ ഉയർച്ച തന്റെ മാനസിക തകർച്ചയ്ക്ക് കാരണമാവുന്ന ലോകത്ത് അസൂയകളുടെ, അഹങ്കാരത്തിന്റെ അതൊക്കെ മാറ്റിവെച്ച് ഹൃദയത്തെ വിശാലമാക്കാൻ നോക്ക്. മക്കയിലേക്കാണ് പരിശുദ്ധ റസൂൽ ആട്ടിയോടിക്കപ്പെട്ട മക്കയിലേക്ക് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും കടന്നു വരുന്ന ഒരു സമയത്ത് പരിശുദ്ധ റസൂൽ കാണുന്ന ഒരു വേളയുണ്ട്. മക്കത്ത് ശരീഫ കടക്കാൻ നമ്മളാണോ മുസ്ലിമിന്റെ അടയാളത്തിന്റെ അലാമത്തിന്റെ ഭാഗമായി ഈ ദുനിയാവിൽ ജീവിച്ചു പോകുന്നവർ? നമ്മെക്കുറിച്ച് അങ്ങനെ പറയാൻ പോലും പാടുണ്ടോ? ഈ ചരിത്രത്തിലേക്ക് കടക്കുമ്പോ മക്കത്ത് ശരീഫയിലേക്ക് കടക്കുന്ന മുഹമ്മദുൽ മുസ്തഫാന്റെ കൂടെ സഹാബാക്കളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ കുതിരകളുടെ കുടമ്പടികൾ, തന്റെ ഒട്ടകത്തിന്റെ കാൽച്ചുവടുകൾ, ഇതൊക്കെ നടന്നിങ്ങനെ വലിയ ആളുകളുടെ വലിയൊരു സമ്മേളനം പോലെ മക്ക കീഴടക്കാൻ പോകുന്ന പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാഴ്ച കണ്ടു. ഒരു കൽബ്, ഒരു നായ തന്റെ കുഞ്ഞുമക്കളെ ആ സഹാബാക്കളുടെ കുതിരയുടെ കുടമ്പടികൾക്കിടയിൽപ്പെട്ട എന്റെ മക്കൾ ചത്തുപോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഓടിപ്പോയി തന്റെ മക്കളെ ചേർത്ത് തന്റെ മാറിടത്തേക്ക് പിടിക്കുന്ന ഒരു നായയെ കണ്ട പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുയർത്തിയിട്ട് സഹാബാക്കളോട് പറഞ്ഞു, യാ സഹാബ, യാത്രയെ നിർത്ത്, മക്ക കീഴടക്കാൻ പോവാൻ. ആട്ടിയോടിക്കപ്പെട്ട മക്ക തിരിച്ചു കിട്ടുമെന്ന അതിയായ സന്തോഷത്തിന്റെ ഭാഗമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് കടക്കുമ്പോഴാണ് കല്ലെടുത്തെറിഞ്ഞാൽ പോകുന്ന നായ എന്ന തള്ളച്ചി തന്റെ മക്കളെ കോരിപ്പിടിക്കുമ്പോ, ചേർത്ത് പിടിക്കുമ്പോ സഹാബ പറഞ്ഞു, യാത്രയെ നിർത്ത്. ആ നായ
ആ നായത്തല്ല അതിന്റെ മക്കളെ ചേർത്ത് പിടിക്കട്ടെ, അവർ സുരക്ഷിതരാവട്ടെ, എന്നിട്ട് മതി മക്കയിലേക്കുള്ള യാത്ര. എന്നിട്ട് മക്ക കീഴടക്കി തിരിച്ചു മദീനയിലേക്ക് പോയാ മതി, അല്ലെങ്കിൽ ഇതിലേക്ക് എന്തു കാര്യമെന്ന് ചോദിച്ച ലൗകിക ഗുരുവിന്റെ ചരിത്രം കേട്ടിട്ടാണ് മാർട്ടിൻ ലിങ്സ് എന്ന് പറയുന്ന ബ്രിട്ടനിൽ മുസ്ലിമായി ജനിച്ച് അബൂബക്കർ അസ്വദ്ദീൻ എന്ന പേരിൽ പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മാർട്ടിൻ ലിങ്സ് പറയാൻ, ഞാനൊരു പുസ്തകം എഴുതി. ഞാൻ ഇസ്ലാമിന്റെ തീരത്തേക്ക് വന്നപ്പോ ഒരു പുസ്തകം എഴുതി. വലിയ രചയിതാവാണ്, വലിയ ചിന്തകനാണ്, ബ്രിട്ടനിലാണ്, വലിയൊരു മോശമായ ഗോത്രത്തിൽ ജനിച്ചവനാണ്. പിന്നെ റസൂലുള്ളാഹിന്റെ ജീവിതം കണ്ട് ഇസ്ലാമിലേക്ക് വന്ന അബൂബക്കർ സിറാജുദ്ദീൻ എന്ന പ്രിയപ്പെട്ടവർ എഴുതിയ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു. മുഹമ്മദ് എന്ന ഒരു പുസ്തകത്തിന്റെ നടുക്കഷ്ണത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ വൽഹാസിനെ, അതിന്റെ ആർത്തുകയെ എഴുതി വെച്ചവിടെ പറഞ്ഞു, ഞാൻ ഈ എഴുതുന്ന പുസ്തകത്തിൽ കണ്ട ഒരു ചിത്രം, ഞാൻ ഈ എഴുതിയ പുസ്തകത്തിൽ എന്റെ മനസ്സിൽ എന്നുമുള്ള ഒരു ചിത്രം ഒരേ ഒരു ചിത്രമാണ്. മക്ക കീഴടക്കാൻ പോകുന്ന പരിശുദ്ധ റസൂൽ ഒരു നായത്തള്ള തന്റെ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു സഹാബിയെ, ആ നായയെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹാബിയെ ഏൽപ്പിച്ച ലോകത്തിന്റെ നായകന്റെ ആ ചിത്രത്തിനെ ഈ അസറുദ്ദീന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലെന്ന് ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ പറയുമ്പോഴാണ് സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ചയുടെ ഈ സുന്ദര സുദിന വേളയിൽ ഒരുമിച്ച് കൂടിയ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് എത്ര പേർക്ക് പരസ്പര സ്നേഹമുണ്ട്? അത് കുടുംബത്തിൽ മാത്രമല്ലല്ലോ, പരിശുദ്ധ ഖുർആനും അങ്ങനെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞു. എത്ര പേരാ അന്യോന്യം പരാതികൾ, പകകൾ, പോകുകൾ, പോരായ്മകൾ മിണ്ടാൻ പോലും കാണിക്കാത്ത മനസ്സുകളാണ്. എല്ലാത്തിനും നമ്മൾ കാണുന്ന കുറവുകളെ, അധികങ്ങളെ കാണും. മറ്റൊരുത്തന്റെ ഡിഫറൻറ്റിൽ സന്തോഷിക്ക്. നമ്മുടെ മഹല്ല് സുവർണ മഹല്ലാവട്ടെ. അതെങ്ങനെയാണ്? ഈ കാലം അങ്ങനെയല്ലേ എന്ന് പറയുന്ന നമുക്കിടയിലാണ് 21ാം നൂറ്റാണ്ടിൽ മഹാനായ, ഞാൻ നേരത്തെ പറഞ്ഞ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് ജീവിച്ചു പോയതെങ്കിൽ മാതൃകയാക്കാൻ എന്താണ് നമുക്ക് പ്രശ്നം, പ്രയാസം? അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കിടയിൽ സ്നേഹങ്ങളെ വർദ്ധിപ്പിച്ചു തരട്ടെ. നമുക്കിടയിൽ സ്നേഹങ്ങളെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. തഹാബ്ബൂന ഫില്ലയുടെ അഹ്ലുകാരായി സ്വർഗ്ഗാനുരാഗത്തെ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എത്തിക്കട്ടെ. പരസ്പര സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, ആലംബഹീനനായി അവശതയുടെ കൂടെ നിൽക്കാൻ, അനാഥത്വത്തിന്റെ ഇടയിൽ ജീവിക്കുന്നവന് എല്ലാ സംരക്ഷണവും നൽകുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.